നടൻ ബാലയുടെ ഭാര്യയും ഡോക്ടറും ഡിജിറ്റൽ ക്രിയേറ്ററുമായ എലിസബത്ത് പങ്കിട്ട വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കുറിപ്പും വീഡിയോയുമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. 3 വർഷം മുമ്പ് ഈ ദിനത്തിൽ ഞാൻ നിനക്ക് നൽകിയ വാക്ക് ഇന്നും പാലിക്കുന്നെന്നാണ് എലിസബത്ത് മനോഹരമായ ഗാനത്തിനൊപ്പം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. നീ എത്ര അകലെയായിരുന്നാലും, നമ്മൾ എത്ര കണ്ടില്ലെങ്കിലും, ശൂന്യതയിൽ ഒളിച്ചാലും എന്റെ മനസ്സിൽ നീ മാത്രമാണ്. എന്നും എന്നെന്നും എന്ന അർത്ഥം വരുന്ന ഒരു ഗാനമാണ് എലിസബത്ത് പങ്കുവച്ചത്. നിരവധി പേർ എലിസബത്തിനും ബാലയ്ക്കും പ്രണയദിനാശംസകൾ നേർന്നുകൊണ്ടെത്തി. അതേസമയം ഡിജിറ്റൽ ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഡ്യൂട്ടിയുടെ ഇടവേളകളിൽ മറ്റും സമയം കണ്ടെത്തി തന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോകളും പങ്കുവയ്ക്കാറുണ്ട് എലിസബത്ത്. അത്തരത്തിൽ പ്രണയദിനത്തിൽ എലിസബത്ത് പങ്കിട്ട വീഡിയോയും ചർച്ചയാവുകയാണ്. ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവർക്കും. എന്നെക്കുറിച്ച് വന്ന മോശം കമന്റുകളോട് പ്രതികരിച്ചതിന് പലരും നെഗറ്റീവ് കമന്റ് ഇട്ട് കണ്ടു. തോന്നിയ പോലെ ഒരാളെ കെട്ടി പണി കിട്ടിയിരിക്കുന്നതല്ല ഡിപ്രഷൻ എന്നൊക്കെയാണ് കമന്റ് വന്നത്. ഇന്ന കാരണം കൊണ്ട് മാത്രമേ ഡിപ്രഷൻ വരാവൂ എന്നൊന്നുമില്ല. ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് ലക്ഷണങ്ങളടക്കം ഉൾപ്പെടുത്തി വിശദമായി മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്റെ സംസാര രീതി നല്ലതല്ലെന്നും പലരും കമന്റ് ഇട്ട് കണ്ടു. എനിക്ക് നന്നായി സംസാരിക്കാൻ അറിയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ബാലചേട്ടന്റെ അല്ലെങ്കിൽ സെലിബ്രിറ്റിയുടെ വൈഫ് ആയതുകൊണ്ട് മാത്രം ഞാൻ എന്തൊക്കെയോ വീഡിയോ പങ്കുവെക്കുകയാണെന്നും പലരും കമന്റ് കുറിച്ച് കണ്ടു. അതെ, ഞാൻ ബാലചേട്ടന്റെ വൈഫ് തന്നെയാണ്. അതിൽ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് സോഷ്യൽ മീഡിയ പേജ് തുടങ്ങാൻ പാടില്ലെന്നുണ്ടോ? വിവാഹത്തിന് മുൻപും എനിക്ക് സോഷ്യൽ മീഡിയ പേജുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് ഫോളോവേഴ്സും ഉണ്ടായിരുന്നു. പിന്നീട് ഞാനത് ഡിലീറ്റ് ചെയ്ത് പുതിയ അക്കൗണ്ട് തുടങ്ങുകയായിരുന്നു. ഞാൻ സെലിബ്രിറ്റിയുടെ വൈഫ് ആയതുകൊണ്ട് ആരും എന്റെ വീഡിയോ കാണേണ്ടതില്ല. ഇതെല്ലാം ഞാൻ എന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഫേമസ് ആവാൻ ബാലയെ കെട്ടിയെന്ന് തോന്നുന്നവർ അൺഫോളോ ചെയ്ത് പോവുക. ഡ്യൂട്ടി തിരക്കുള്ളതുകൊണ്ടാണ് കമ്പനിന് മറുപടി കൊടുക്കാത്തത്. കുറച്ചു കാലം ലീവ് എടുത്ത് റെസ്റ്റ് എടുത്താലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. നെഗറ്റീവ് കമന്റുകൾ എന്നെ ബാധിക്കുകയും എനിക്ക് വിഷമമാവുകയും ചെയ്യുന്നുണ്ട്. ഒരാൾ മരിച്ച ശേഷം അയാളെ കുറിച്ച് നല്ലത് പറയുകയല്ല വേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ അയാളെ കുറ്റപ്പെടുത്താതിരിക്കുക. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ വേണം പ്രണയിക്കാൻ. ടോക്സിക് റിലേഷൻഷിപ്പിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക. പെട്ടാലും മാന്യമായി ഇറങ്ങി വരിക എന്നെല്ലാമാണ് പ്രണയദിനത്തിൽ പങ്കുവച്ച പുതിയ വീഡിയോയിൽ എലിസബത്ത് പറഞ്ഞത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.